അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ, അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കൊരു ഹോൾ വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ പോകണം. അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഒരു 1 വീക്കിന് മുകളിലായിട്ടോ. ഞാനിത് ഇടയ്ക്ക് ഓപ്പൺ ചെയ്തെങ്കിലും എനിക്ക് ഇതുവരെ ഈവൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒന്ന് സെപ്പറേറ്റ്ലി ഒന്ന് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് നോക്കാനോ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് ഡ്രസ്സസ് സമ്മറിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സസ് ടോപ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജ്വല്ലറീസ്. ഞാനിതെല്ലാം ടെമൂന്നാണ് കേട്ടോ മേടിച്ചത്. ലിങ്ക് വേണ്ടവർ ജസ്റ്റ് എനിക്ക് ലിങ്കിൽ നിന്ന് കമൻറ്റ് ഇടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ DM നമുക്ക് DM മീൻസ് കമൻറ്റ് ബോക്സിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാം ഇട്ടിട്ട് വേണം ഞാനൊരു ഹോൾ വീഡിയോ പോലെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഇതൊരു ബെൽറ്റാണ്. നമ്മൾ ഈ ലോങ് ആയിട്ടുള്ള ഒരു ബോഡിക്കോൺ ഡ്രസ്സസൊക്കെ ഇടുമ്പോൾ ഒന്ന് ഫിറ്റായിട്ട് ഇടയ്ക്ക് ഒരു ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടാനുള്ള ഒരു ബെൽറ്റാണ്. പിന്നെ ഇതൊരു കഫാണ് കേട്ടോ, കയ്യിലിടുന്നൊരു കഫാണ്. ഇതിൻ്റെ ഒരു മൂന്ന് ടൈപ്പ് കഫ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 നല്ല കിട്ടലനായിരുന്നു. നമ്മുടെ നാട്ടിൽ ആൻറ്റി ടർണിഷ് ജ്വല്ലറീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കിട്ടത്തില്ലേ, ആ ഒരു ഇതിൽ തന്നെ കേട്ടോ. പിന്നെ കുറച്ച് ടീഷർട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജിമ്മിൽ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ്. ഞാനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജിമ്മിൽ പോകണമെന്ന്, പക്ഷേ ഇതുവരെ അതിനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനതെങ്കിൽ ചെയ്തേക്കാണ്. പക്ഷേ ഇത് സോക്കൻസാണ്. ഇത് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സോക്കൻസ്. ഇതൊരു 3-4 മേടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കീറി പോകട്ടോ. ഇത് കുറഞ്ഞതായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കീറി പോണേ. പക്ഷേ ഞാൻ വിൻ്റർ ടൈമിൽ ഇടുന്ന ആ ഒരു സോക്കൻസ് അത്ര ഇതായിട്ട് കീറി പോകത്തില്ല, നല്ല ലാസ്റ്റിംഗ് ആണ്. പിന്നെ കുറച്ച് നെയിൽ എക്സ്റ്റൻഷൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ജിമ്മിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടവലാണ്. പിന്നെ അടുത്തത് ഈ ഒരു മാല. ഇതൊരു 3 ലെയർ വരുന്ന ഒരു സിംഗിൾ മാലയാണ് കേട്ടോ. നമുക്ക് ഈ കോളർ നെക്കുള്ള ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ച് ചെയ്ത് പോകാനും അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള നെക്കിൻ്റെ ഒപ്പം മാച്ച് ചെയ്ത് പോകാനും നല്ലതാണ്. ഇത് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതൊരു ഷിമ്മിയല്ല, മീൻസ് ഞാൻ ഇതുപോലത്തെ നെറ്റിൻ്റെ ഡ്രസ്സസ് ഇടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ്. അത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. സെയിം ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ ഇത് കഫാണ്. ഇതൊരു ഫ്ലവറിൻ്റെ ഒരു ഫ്ലോറൽ ഇതിൽ വരുന്ന കഫാണ്. ഇതുപോലത്തെ ഒരു 3-4 സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെറ്റ് 4 എണ്ണത്തിനോടും കൂടിയിട്ട് എനിക്ക് ഏകദേശം ഒരു €6 അടുത്താണ് ആയത്. അതായത് നാട്ടിൽ ഒരു 600 സംതിങ് ഒക്കെ ആയുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇതൊന്നും ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനത്തെ റിംഗ് ടൈപ്പൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഇത് ഒരു ഷോർട്ട്സാണ്. ജസ്റ്റ് 3 ഷോർട്ട്സ് ഉണ്ടായിരുന്നു. 3 ഷെയ്ഡിൽ വരുന്ന ഷോർട്ട്സ്. നമ്മൾ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട്സ്. പിന്നെ ഇതും നെയിൽ എക്സ്റ്റൻഷൻ തന്നെയാണ്. നെയിൽ എക്സ്റ്റൻഷൻ ഭയങ്കര റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് €1 അല്ലെങ്കിൽ 80 സെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മേടിച്ചത് ഒരു റിംഗ് ആണ് കേട്ടോ. അതൊരു നോസ് റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോസ് റിംഗ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മുക്ക് കുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ചേരുമോ എന്നറിയില്ല. മൂക്ക് കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന എടുക്കും. അങ്ങനത്തെയുള്ള കുറേ കൺസേൺസ് ഒക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷെ നമുക്ക് മൂക്ക് കുത്തിയ ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിംഗ് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പാടില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു റിംഗ് വെച്ച് എനിക്കിഷ്ടമായിട്ടോ. ഞാൻ അന്ന് ഇതിട്ടിട്ട് ഞാൻ വേറെ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ സ്ഥിരമായിട്ട് മൂക്ക് കുത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ മേബി കുത്തിയേക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ. പിന്നെ ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഇതൊരു കുറച്ച് ഷോർട്ടാണ്, ഒരു മുട്ടിൻ്റെ അവിടം വരെയൊക്കെ ഉള്ളൂ. മൂക്കിൽ ആ റിംഗ് ഇട്ടേക്കണേയും കൊണ്ട് എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ മൂക്കിലോട്ടാണ് കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ആ മൂക്കൊന്ന് ഇതാവണം. എത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ആ മൂക്ക് ശരിയായോ എന്നുള്ളൊരു ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തലക്കീരി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാജുവേഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബൊക്കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ട്, ചോക്ലേറ്റ് വിത്ത് ഫ്ലവേഴ്സിൻ്റെ ബൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാമ്പർ സെറ്റ് ഉണ്ടായിരുന്നു, ഒരു ഷർട്ടിൻ്റെ ഹാമ്പർ സെറ്റ് ഉണ്ടായിരുന്നു, ഒരു ടീഷർട്ടിൻ്റെ ഹാമ്പർ സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു മഗ് ഉണ്ടായിരുന്നു, ഫോട്ടോ മഗ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഒരു വലിയൊരു ഫോട്ടോ ഫ്രെയിം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേട്ടന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് വലിയ ഫോട്ടോ ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഫോട്ടോ ഫ്രെയിം അത്യാവശ്യം വലുതായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ്. ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടായിരിക്കും ഫീൽ ചെയ്യുക, പക്ഷേ നല്ല വലിപ്പമുള്ളൊരു ഫോട്ടോ ഫ്രെയിമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ഒന്ന് കെട്ടി, മുടിയാഴ്ചയൊക്കെ ഒന്ന് കെട്ടി, കമ്മൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ലുക്ക്. ഞാൻ ജസ്റ്റ് പോവാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ കോലവും കളറും ഒക്കെ മാറിയിട്ടാണ് വരിക. ഈവനിങ്ങിലാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 8 മണി 8:30 വരെ ഇവിടെ വെയിലാണ് കേട്ടോ. ഇതെന്തായാലും പാക്ക് ചെയ്ത് ഇനി നമുക്ക് ഇത് കൊണ്ടേ കൊടുക്കാം കേട്ടോ.
ഞാൻ മിക്കപ്പോഴും ബോൾട്ടിനോ അല്ലെങ്കിൽ ബിസിനോ ആയിരിക്കും പോവാറ്. നെക്സ്റ്റ് ഡേ ഓണത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ് തരണേ. ആക്ച്വലി ഇതിൻ്റെ സൈസ് വന്നിട്ട് സ്മോൾ എങ്ങാണ്ടാവും, സ്മോളോ മീഡിയോ അങ്ങനെ എങ്ങാണ്ടാണ്. പക്ഷേ എനിക്ക് എന്നിട്ട് ലൂസാണ് കേട്ടോ. കൈ മാത്രമാണ് ലൂസ്, ബാക്കി ഉടലൊക്കെ ഭയങ്കര നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കിതുപോലെ ബർഗേഴ്സൊക്കെ അതുപോലെ തന്നെ കോഫി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ പുറത്ത് പോയി കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഈ സാധനം നമ്മൾ വീട്ടിൽ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. വീട്ടിൽ വന്ന് എനിക്ക് ചോറ്, കറി അങ്ങനത്തെ സംഭവങ്ങൾ തിന്നാലാണ് എനിക്ക് ശരിക്കും വിശപ്പ് മാറുള്ളൂ, വയറ് നിറയുള്ളൂ. പക്ഷേ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സംഭവം നല്ല കിടിലനായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോൾഡ് കോഫി ആയിരുന്നു. എനിക്ക് തോന്നുന്നു സമ്മർ ആയതുകൊണ്ടായിരിക്കും, ഞാൻ കോൾഡ് കോഫിയുടെ ഭയങ്കര വലിയ ഫാനാണ്. അത് സമ്മർ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും എനിക്ക് കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗിഫ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ടിനിയ പോയിന്റിൽ, സ്ലീമയിലുള്ള ടിനിയ പോയിന്റിൽ വന്നപ്പോഴാണ് ഈ ഒരു ഫുഡ് ട്രൈ ചെയ്തായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരു €8 €9 സംതിങ് എങ്ങാണ്ടായിരുന്നു. ഒരെണ്ണം മേടിച്ചിട്ട് ഹാഫൊക്കെ ചെയ്തത്. പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ കോൾഡ് കോഫി ആയിരുന്നു പറഞ്ഞത്. നല്ല കിട്ടലനായിരുന്നു. കോൾഡ് കോഫി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ എനിക്കൊരു വ്ലോഗ് ഇട്ടില്ലെങ്കിൽ ഒരു ദിവസം ഭയങ്കര ഇരിക്കപ്പുറതി ഇല്ലായ്മയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. കഴിഞ്ഞ മാസം നമ്മൾ ഒരൊറ്റ വീഡിയോ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോസ് ഒഴികെ ചിലപ്പോൾ ഒരു വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ ഇന്ന് വരെ ഇട്ടിട്ട് കൂടിയില്ല കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം ടീമിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒന്നാണ്, എന്താ കുഞ്ഞിട്ട് നാട്ടിൽ പോവാറായില്ലേ, ഇത്രയും നാളായില്ലേ വന്നിട്ട് എന്നൊക്കെ. നാട്ടിൽ പോകുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. നമുക്ക് വെക്കേഷൻ ലീവ് ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള വെക്കേഷൻ ലീവ്. പക്ഷേ നമുക്കതിന് അപ്ലൈ ചെയ്ത് അപ്രൂവലൊക്കെ കിട്ടി വരുമ്പോഴേക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വെക്കേഷൻ ലീവിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ ലീവെങ്കിൽ പോലും ഇപ്പോഴേ ഷോപ്പിംഗ് തുടങ്ങുവാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. കാരണം നമുക്ക് ഇടിപിടിയിൽ ഒറ്റയടിക്ക് പൈസ ചിലവാകുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി ചിലവാക്കി വിടുവാണല്ലോ. ഇത് നമുക്ക് ലാസ്റ്റ് ഉണ്ടായ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ആയിരുന്നു. ഒരു ബലൂൺ ബൊക്കെയായിരുന്നു. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബൊക്കേസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റ് ബൊക്കെയും ഈ ഒരു ബലൂൺ ബൊക്കെയാണ്. നമ്മൾ ചെയ്യുന്നതിൽ ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റിൻ്റെ ആയിരുന്നു കേട്ടോ. എല്ലാ ദിവസവും വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനൊന്നും സമയം കിട്ടാറില്ല. മിക്കപ്പോഴും ഷോർട്ട് വീഡിയോസ് ഇടുന്നതിൻ്റെ കാര്യം അതാണ്. ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാവും. ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ടൈംസ് കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ നോയ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്നിട്ട് വേണം വോയിസ് ഓവർ കൊടുക്കാൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ വ്ലോഗ് ചെയ്യുന്നത് കുറച്ച് പാടായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. എൻ്റെ കോഴ്സും കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം ഞാൻ ജോലിക്ക് കയറി ഒരു 6-7 മാസം ആവാറായിട്ടോ. ഇപ്പോഴാണ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ വരുന്നത്. സോ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് എന്തായാലും കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അന്നേരമായിരിക്കും ഇനി അടുത്ത വീഡിയോ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇനി അന്നേരം സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ അന്നേരം വീഡിയോ എടുക്കത്തില്ല കേട്ടോ. എനിവേ ഞാൻ ട്രൈ ചെയ്യാം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വീഡിയോ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. പണ്ടൊക്കെ ഞാൻ എല്ലാം ചെയ്യുന്നത് അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്കിതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്